അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതിൽ മല്ലിപ്പൊടി ഞാൻ വറുത്തെടുത്തതാണ്. മുളക് പൊടി നമുക്ക് കാശ്മീരി ഉണ്ട്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലതുപോലെ കൈക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിടി സവാള ഉള്ളിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5-6 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ആ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ അരപ്പൊക്കെ വറ്റി ഡ്രൈ ആയി വരണം. അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ അരപ്പൊക്കെ ഡ്രൈ ആയി വരുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുവിധമൊക്കെ അരപ്പൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ടെക്സ്ചറിലായിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ.
ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.